നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. ജെഇ മെയിൻ 2024 ഒരു വർഷത്തിൽ 2 ചാൻസുകൾ, ജനുവരിയിലും ഏപ്രിൽ മാസത്തിലും. ജെഇ മെയിൻ 2024 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് രാജ്യത്തെ 31 NITകളിലായിട്ട് 23,000-ഓളം ബിടെക് സീറ്റുകൾ നമുക്ക് ലഭ്യമാകും. ട്രിപ്പിൾ ഐറ്റികൾ 16ഓളം ട്രിപ്പിൾ ഐറ്റികളിലെ 7,000-ഓളം സീറ്റുകൾ ജെഇ മെയിൻ 2024 ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ചാണ് ഫില്ല് ചെയ്യപ്പെടുന്നത്. സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, GFTകൾ, അങ്ങനെ ജോസയുടെ വെബ്സൈറ്റ് വഴി ഓൺലൈൻ അപേക്ഷകൾ കൊടുക്കുമ്പോൾ നമുക്ക് NITകളിലും ട്രിപ്പിൾ ഐറ്റികളിലും ഈ സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മളെ പരിഗണിക്കുന്നത് ജെഇ മെയിൻ 2024 റാങ്കാണ്. അതുപോലെ NITകളിലെ ആർക്കിടെക്ചർ പ്രോഗ്രാം, സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ സ്പാകളിലെ ബി പ്ലാനിങ്ങിൻ്റെയും ബി ആർക്കിൻ്റെയും പ്രോഗ്രാമുകൾ, ഇതിനും ജെഇ മെയിൻ 2024 എഴുതേണ്ടത്. NITകളിലെയും ട്രിപ്പിൾ ഐറ്റികളിലെയും ഒക്കെ ബിടെക് പ്രോഗ്രാമുകൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൻ്റെ പേപ്പർ 1 എഴുതേണ്ടത്. അതുപോലെ തന്നെ രാജ്യത്തെ 23ഓളം IITകൾ, എഞ്ചിനീയറിംഗ് പഠനത്തിന് ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള IITകളിൽ IIT മദ്രാസ്, മുംബൈ, ഡൽഹി പോലുള്ള IITകളിൽ പ്രവേശനം നേടണമെങ്കിൽ ജെഇ അഡ്വാൻസ്ഡ് എഴുതേണ്ടതെന്നറിയാം. ജെഇ അഡ്വാൻസ്ഡിന് 2.5 ലക്ഷം കുട്ടികൾക്ക് മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ. ജെഇ മെയിൻ 2024 ക്വാളിഫൈ ചെയ്യുന്ന കട്ട് ഓഫ് പേഴ്സൻറ്റേജ് മാർക്ക് ലഭിക്കുന്ന 2.5 ലക്ഷം കുട്ടികൾക്ക് മാത്രമേ IIT പ്രവേശന പരീക്ഷയായിട്ടുള്ള ജെഇ അഡ്വാൻസ്ഡ് എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എൻജിനീയറിംഗ് പ്രൊഫഷണൽ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഏറ്റവും പ്രധാനപ്പെട്ട 2024 എക്സാമാണ് ജനുവരിയിലും ഏപ്രിലുമായിട്ട് നടക്കുന്ന ജെഇ മെയിൻ 2024. 2 സെഷനുകളിൽ 2 സെഷനും എഴുതുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ഉയർന്ന പേഴ്സൻറ്റേജ് സ്കോറായിരിക്കും നോക്കുന്നത്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെഷൻ മാത്രം എഴുതിയാലും അതിൻ്റെ പേഴ്സൻറ്റേജ് സ്കോർ അനുസരിച്ച് ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് സാധിക്കും. ജെഇ മെയിൻ 2024 ഏറ്റവും പ്രധാനപ്പെട്ട ഡീറ്റെയിൽസിൻ്റെ ഒരു വിശദാംശമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. jemain.nta.ac.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഈ വർഷം ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. jemain.nta.ac.in. നവംബർ 1 മുതൽ നവംബർ 30 വരെയാണ് നമുക്ക് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള സമയം. ഈ സമയത്ത് ജനുവരി 24 തന്നെ തുടങ്ങുന്ന ആദ്യ സെഷനാണ് നമ്മൾ അപേക്ഷകൾ കൊടുക്കേണ്ടവരാണ് ഇപ്പോൾ അപേക്ഷിക്കേണ്ടത്. ജെഇ മെയിന് പേപ്പർ 1നും 2Aയ്ക്കും 2B, 2 എന്ന് പറഞ്ഞാൽ NITകളിലെ ആർക്കിടെക്ചർ പഠനം ആഗ്രഹിക്കുന്നവർ, 2B എന്ന് പറഞ്ഞാൽ ബി പ്ലാനിംഗ് പഠനം ആഗ്രഹിക്കുന്നവർ, ബിടെക് പഠനമാണ് NITകളിലോ ട്രിപ്പിൾ ഐറ്റികളിലോ ആഗ്രഹിക്കുന്നതെങ്കിൽ പേപ്പർ 1 എഴുതേണ്ടത്. ജെഇ അഡ്വാൻസ്ഡിന് ക്വാളിഫൈ ചെയ്യണമെങ്കിലും പേപ്പർ 1 എഴുതേണ്ടത്. അങ്ങനെ ഈ 3 പേപ്പറുകളും എഴുതാൻ ഏത് വേണമെങ്കിലും എഴുതാം. ആ 3 പേപ്പറുകളിൽ ഏത് വേണമെങ്കിലും എഴുതാനായിട്ട് ആദ്യ സെഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ടത്. ഇപ്പോൾ തന്നെ നമുക്ക് 2 സെഷനും ഒരുമിച്ച് അപേക്ഷകൾ കൊടുക്കാനാവില്ല, ഒരു സെഷനെ അപേക്ഷിക്കാനാവുകയുള്ളൂ. ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ആദ്യ സെഷനുള്ള ആപ്ലിക്കേഷനാണ് നവംബർ 1 മുതൽ 30 വരെ. അതിന് നമുക്ക് പരീക്ഷ നടക്കുന്നത് 24 മുതൽ 1 വരെ ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. ഇതിൽ ഏത് ദിവസമാണ്, ഒരു ദിവസം തന്നെയുള്ള ഏത് ഷിഫ്റ്റാണെന്നുള്ളത് അഡ്മിറ്റ് കാർഡ് ലഭിക്കുമ്പോൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. നമ്മളുടെ പേഴ്സൻറ്റേജ് സ്കോർ, ആദ്യ സെഷൻ്റെ പേഴ്സൻറ്റേജ് സ്കോർ നമുക്ക് ഫെബ്രുവരി 12 ലഭ്യമാകും. രണ്ടാമത്തെ സെഷൻ, ഏപ്രിൽ ആദ്യം തുടങ്ങുന്ന രണ്ടാമത്തെ സെഷന് വേണ്ടിയിട്ട് നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് ഫെബ്രുവരി 2 മുതൽ മാർച്ച് 2 വരെയാണ്. ആദ്യ സെഷൻ എഴുതിയവർക്ക് വേണമെങ്കിൽ ഇതേ ആപ്ലിക്കേഷൻ നമ്പറിൽ ലോഗിൻ ചെയ്തിട്ട് രണ്ടാമത്തെ സെഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ആദ്യ സെഷൻ അപേക്ഷ കൊടുക്കാത്തവർക്ക് ഈ 2 തീയതി, ഫെബ്രുവരി 2 തീയതി വരെ കയറിയിട്ട് ഫെബ്രുവരി 2 മുതൽ മാർച്ച് 2 വരെയുള്ള ഇടയ്ക്ക് മാത്രം അപ്ലൈ ചെയ്താലും മതി. രണ്ടാമത്തെ സെഷൻ മാത്രമേ എഴുതുന്നുള്ളൂവെങ്കിൽ അതിൻ്റെ പരീക്ഷ നടക്കുന്നത് ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 15 വരെയാണ് പരീക്ഷ നടക്കുന്നത്. ഏപ്രിൽ 25 തീയതിയാണ് ജെഇ മെയിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിക്കുന്നത്. ആ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ചാണ് NITകളിലെയും ട്രിപ്പിൾ ഐറ്റികളിലെയും സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെയും പ്രവേശനം നടക്കുന്നത്. പക്ഷേ പ്രവേശനം നടക്കണമെങ്കിൽ ജെഇ അഡ്വാൻസ്ഡിൻ്റെയും കൂടെ റാങ്ക് വന്നു കഴിഞ്ഞിട്ട് ഈ 2 റാങ്കും അനുസരിച്ച് ജൂലൈ മാസത്തിൽ മാത്രമേ പ്രവേശന നടപടികളിലേക്ക് josa.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുകയുള്ളൂ. 25 തീയതി ജെഇ മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് വന്നു കഴിഞ്ഞാൽ കട്ട് ഓഫ് പേഴ്സൻറ്റേജ് അറിയാം. മെയ് മാസം ആദ്യം നമ്മൾ ജെഇ അഡ്വാൻസ്ഡിൻ്റെ സൈറ്റിൽ വീണ്ടും
ക്വാളിഫൈ ചെയ്യുന്നവർ JEE അഡ്വാൻസ്ഡായിട്ട് അപേക്ഷകൾ സമർപ്പിക്കണം. അങ്ങനെ ജൂൺ ആദ്യം JEE അഡ്വാൻസ്ഡ് നടക്കും. അതിൻ്റെ റിസൾട്ടും കൂടെ വന്നതിന് ശേഷമായിരിക്കും അലോട്ട്മെൻറ്റ് നടപടികളിലേക്ക് കടക്കുന്നത്. JEE മെയിൻ പേപ്പർ 1 BE BTech പ്രോഗ്രാമാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൻ്റെ പരീക്ഷയാണ്. 3 മണിക്കൂറായിരിക്കും സമയം. 2 എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചർ പഠനം ആഗ്രഹിക്കുന്നവരാണ്. മാത്തമാറ്റിക്സിൻ്റെയും അതുപോലെ തന്നെ ഡ്രോയിങ് ടെസ്റ്റ്, റീസണിങ്ങിൻ്റെ ടെസ്റ്റ് ഉണ്ടാവും. അത് 3 മണിക്കൂറാണ്. ബി പ്ലാനിങ്ങിന് മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, പ്ലാനിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും. എല്ലാ എക്സാമുകളും 3 മണിക്കൂറാണ്. ഇതിൽ ഏത് പേപ്പറുകൾക്കും വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഒരു പേപ്പർ മാത്രമായിട്ട് എഴുതാം, അല്ലെങ്കിൽ 2 എഴുതാം, അല്ലെങ്കിൽ 3 എഴുതുകയും ചെയ്യാം. ഒരു ദിവസം തന്നെ 2 ഷിഫ്റ്റ് ഉണ്ടാകും. രാവിലെ 9 മുതൽ 12 വരെയും 3 മുതൽ 6 വരെയും. ഇതിൽ ഏത് ഷിഫ്റ്റാണ്, ഏത് ദിവസമാണെന്നുള്ളത് നമുക്ക് അഡ്മിറ്റ് കാർഡ് ലഭ്യമാകുമ്പോൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഓൺലൈൻ എക്സാം സെൻറ്ററിൽ ചെന്ന് നമ്മൾ എക്സാം എഴുതുന്ന രീതിയാണല്ലോ JEE മെയിനുള്ളത്. അത് ഇന്ത്യക്കകത്തും പുറത്തും ഓൺലൈൻ എക്സാം സെൻറ്റർ ഉണ്ടാവും. ഇന്ത്യക്കകത്താണ് നമ്മൾ പരീക്ഷ എഴുതുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പർ മാത്രമേ എഴുതുന്നുള്ളെങ്കിൽ ആൺകുട്ടികൾക്ക് 1000 രൂപയും പെൺകുട്ടികൾക്ക് 800 രൂപയായിരിക്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ്. രണ്ടാമത്തെ സെഷന് അപേക്ഷിക്കണമെങ്കിലും ഇതേ ഫീസ് നമ്മൾ വീണ്ടും അടയ്ക്കേണ്ടതായി വരും. ഇന്ത്യക്ക് പുറത്താണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ ആൺകുട്ടികൾക്ക് 5000 രൂപയും പെൺകുട്ടികൾക്ക് 4000 രൂപയുമായിരിക്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീസ്. OBC EWS വിഭാഗത്തിന് ആൺകുട്ടികൾക്ക് 900 രൂപയും പെൺകുട്ടികൾക്ക് 800 രൂപയും. SC ST വിഭാഗത്തിന് യഥാക്രമം ഇത് 500 രൂപ വെച്ചുമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ പേപ്പർ എഴുതുന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് നേരെ ഡബിളായിരിക്കും കൊടുക്കേണ്ടി വരുന്നത്. jemain.nta.ac.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു യൂണിക് ID വെച്ച് മാത്രമേ നമുക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ആധാർ നമ്പർ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. ആധാർ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ പാൻ കാർഡ് ഉപയോഗിക്കാം, പാസ്പോർട്ട് നമ്പറുകൾ NRIയുടെ പാസ്പോർട്ട് നമ്പർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡിജി ലോക്കറിൻ്റെ അക്കൗണ്ട് ID ഉപയോഗിച്ച് നമുക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാനായി സാധിക്കും. അതുപോലെ നമുക്ക് നോൺ ആധാറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ആധാർ ഉപയോഗിച്ചല്ല നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ, അതുപോലെ വാലിഡ് ID പ്രൂഫായിട്ട് ആധാർ അല്ല കൊണ്ടുപോകുന്നതെങ്കിൽ 1 മണിക്കൂർ മുമ്പ് നമ്മൾ എക്സാം സെൻറ്ററിൽ ചെയ്യണം. നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മുടെ ബയോമെട്രിക് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണത്. അതുപോലെ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ ക്ലാസ് 10ൻ്റെ മാർക്ക് ലിസ്റ്റിൽ എങ്ങനെയാണോ കാൻഡിഡേറ്റിൻ്റെ പേര് കിടക്കുന്നത് അത് തന്നെ ഫോളോ ചെയ്യേണ്ടതാണ്. ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറുമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള 200 കിലോബൈറ്റ്സിൽ താഴെയുള്ള ഫോട്ടോഗ്രാഫും അതുപോലെ 30 കിലോബൈറ്റ്സിൽ താഴെയുള്ള സിഗ്നേച്ചറുമാണ് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷകൾ കൊടുക്കുമ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളത്. ഫീ പേയ്മെൻറ്റ്, ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഫീ പേയ്മെൻറ്റ് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്, അല്ലെങ്കിൽ UPI പേയ്മെൻറ്റ് വഴി ഓൺലൈൻ ഫെസിലിറ്റികൾ മാത്രമേ പേയ്മെൻറ്റിനായിട്ട് ഉണ്ടായിരിക്കുകയുള്ളൂ. JEE മെയിൻ 2024 നമുക്കറിയാം, മുൻ വർഷങ്ങളിലെ പോലെ ഇംഗ്ലീഷും ഹിന്ദിയും അല്ലെങ്കിൽ 13 പ്രാദേശിക ഭാഷകളിൽ. നമുക്ക് കേരളത്തിലാണ് എക്സാം സെൻറ്ററെങ്കിൽ ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും ഏത് ലാംഗ്വേജും വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ നമുക്കറിയാം, നമ്മൾ കുട്ടിക്കാലം മുതൽ തന്നെ സയൻസ് സബ്ജക്റ്റുകൾ പഠിച്ചതെല്ലാം ഇംഗ്ലീഷ് അനുസരിച്ചുള്ള സയൻറ്റിഫിക് വേർഡുകളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ പരീക്ഷ എഴുതുന്നതായിരിക്കും അഭികാമ്യം. കേരളത്തിൽ എക്സാം സെൻറ്ററാണ് സെലക്ട് ചെയ്യുന്നതിൽ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഏത് ലാംഗ്വേജ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ടായിരിക്കും. JEE മെയിൻ 2024 2 സെഷനുകളിലും പേപ്പർ 1 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമുകളാണ്. പേപ്പർ 1 ആണ് നമുക്ക് NITകളിലും IIITകളിലും BTech പ്രവേശനത്തിന് അടിസ്ഥാനമാക്കുന്നത്. JEE മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് പേപ്പർ 1ൻ്റെ റാങ്കാണ് നമ്മൾ പറഞ്ഞു. അതുപോലെ JEE അഡ്വാൻസ്ഡ് എക്സാം എഴുതണമെങ്കിലും അതുപോലെ IITകളിലെ ആർക്കിടെക്ചർ എഴുതണമെങ്കിൽ പോലും നമുക്ക് പേപ്പർ 1 ആണ് ക്വാളിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. 2 സെക്ഷനുകൾ ഉണ്ടായിരിക്കും. 2 സെക്ഷനുകളിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളായിരിക്കും ഉണ്ടാവുക. ഓൺലൈൻ മാത്രമായിട്ട് ആയിരിക്കും. പേപ്പർ 2A ആർക്കിടെക്ചർ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ടാകും, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ഒബ്ജക്റ്റീവ് ഉണ്ടാകും, ഡ്രോയിങ് ടെസ്റ്റ് A4 സൈസിൽ നമ്മൾ മാനുവലായിട്ട് വരയ്ക്കാനുള്ള ഓഫ്ലൈൻ രീതിയിലായിരിക്കും ഉണ്ടാവുക. അതല്ലാത്തതെല്ലാം, ഡ്രോയിങ് അല്ലാത്തതെല്ലാം ഓൺലൈൻ തന്നെ ആയിരിക്കും. എന്നാൽ ബി പ്ലാനിങ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഓൺലൈൻ മോഡിൽ തന്നെ ആയിരിക്കും. മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും, ഒപ്പം പ്ലാനിങ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെയും MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓരോന്നിനും 2 സെക്ഷനുകളായിരിക്കും ഉണ്ടാവുക.
പേപ്പർ 1-ൻ്റെ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രിക്ക് 2 സെക്ഷനുകളുണ്ട്. സെക്ഷൻ എയിൽ 20 ചോദ്യങ്ങൾ വീതമാണ് ഉണ്ടാവുക. അത് എല്ലാത്തിനും നമ്മൾ ആൻസർ ചെയ്യേണ്ടതാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. എന്നാൽ സെക്ഷൻ ബി ന്യൂമറിക് ടൈപ്പ് ആയിരിക്കും. 10 ചോദ്യങ്ങൾ തന്നിരിക്കുന്നതിൽ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന 5 എണ്ണമാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അതിന് ന്യൂമറിക്കലായിരിക്കും വേർഡ്, അതിൻ്റെ ചോയ്സ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഏതാണോ നമുക്ക് ആൻസർ കിട്ടുന്നത് ആ ന്യൂമറിക് വാല്യൂ നമ്മൾ കീബോർഡ് ഉപയോഗിച്ച് എൻ്റർ ചെയ്യുകയാണ് രീതി. അങ്ങനെ മൊത്തം 30 ചോദ്യങ്ങളിൽ നിന്ന് ഓരോന്നിൻ്റെയും 25 ആൻസറുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. മൊത്തം 90 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. 300 മാർക്കിലായിരിക്കും നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കുന്നത്. രണ്ടിനും സെക്ഷൻ എയ്ക്കും സെക്ഷൻ ബിക്കും ആൻസർ എഴുതിയിട്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ -1 മാർക്ക് ഉണ്ടായിരിക്കും. ശരിയുത്തരമാണെങ്കിൽ 4 മാർക്കും, ഉത്തരം തെറ്റിപ്പോയാൽ -1 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക്. 2024 JEE നമുക്ക് 3 വർഷം +2 പാസ്സായവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. 2022 +2, 23 +2 അല്ലെങ്കിൽ 24 അപ്പയർ ചെയ്യാൻ പോകുന്നവർക്ക് 3 ചാൻസുകൾ മാത്രമേ JEE ഉള്ളൂ. JEE അഡ്വാൻസിന് നമുക്കറിയാം 2 ചാൻസുകൾ മാത്രമേ ഉള്ളൂ. 2023 പാസ്സായവർക്കും 24 എഴുതാൻ പോകുന്നവർക്കും. എന്നാൽ JEE അനുസരിച്ച് നമുക്ക് 3 ചാൻസ് ലഭിക്കും. 3 ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയില്ല എങ്കിൽ പുതിയതായിട്ട് ലഭിക്കുകയില്ല. 2022 23 +2 പാസ്സായവർക്കും 24 പ്രവേശനം ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്കും മാത്രമേ JEE അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പർ ഏജ് ലിമിറ്റ് എന്നൊരു സെക്ഷൻ ഉണ്ടായിരിക്കുകയില്ല. NITകളിൽ നമുക്കറിയാം ഹോം സ്റ്റേറ്റ് കോട്ടയും ഓൾ ഇന്ത്യ കോട്ടയുമുണ്ട്. NIT കാലിക്കറ്റിൽ കേരളത്തിൽ +1 +2 പഠിച്ചവർക്കാണ് ഹോം സ്റ്റേറ്റ് കോട്ട അനുവദിക്കുന്നത്. കേരളത്തിന് പുറത്തുള്ള കുട്ടികൾക്ക് NIT കാലിക്കറ്റിൽ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളാണ് ലഭിക്കുന്നത്. അങ്ങനെ സ്റ്റേറ്റ് കോഡ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണോ +1 +2 പഠിച്ചത് അവിടെയായിരിക്കും ഹോം സ്റ്റേറ്റ് കോട്ട ഉണ്ടാവുക. അതല്ലാത്ത സ്റ്റേറ്റുകളിലെല്ലാം ഓൾ ഇന്ത്യ കോട്ടയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സ്റ്റേറ്റ് കോഡ് എലിജിബിലിറ്റി എന്ന് ചോദിച്ചിരിക്കുന്നത് +1 +2 എവിടെ പഠിച്ചു എന്നുള്ളതാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടതായിട്ട് വരിക. എന്നാൽ വിദേശത്താണ് പഠിക്കുന്നതെങ്കിൽ നമ്മളുടെ പെർമനൻ്റ് അഡ്രസ്സ് എവിടെയാണോ, ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റ് ആയിരിക്കും ഹോം സ്റ്റേറ്റ് കോട്ടയായി അനുവദിക്കുന്നത്. JEE 2024 ഭരണഘടന അനുസരിക്കുന്ന എല്ലാ റിസർവേഷൻ സൗകര്യങ്ങളുമുണ്ട്. EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ തഹസീൽദാരിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ് നമ്മൾ ഹാജരാക്കേണ്ടത്. വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ താഴെയുള്ള യാതൊരുവിധ സാമുദായിക സംവരണവും ലഭിക്കാത്ത ജാതിയിൽപ്പെട്ട നായർ, നമ്പൂതിരി അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിനാണ് EWS റിസർവേഷൻ ലഭിക്കുന്നത്. ഈഴവ, മുസ്ലിം, വിശ്വകർമ്മ, ലാറ്റിൻ കാത്തലിക്സ് പോലെയുള്ള അല്ലെങ്കിൽ മുസ്ലിം പോലെയുള്ള റിസർവേഷൻ കിട്ടുന്നില്ല എങ്കിൽ പോലും ക്രിമിലെയർ വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും അവർക്ക് EWS സംവരണം ഉണ്ടാവുകയില്ല. 8 ലക്ഷത്തിൽ താഴെയുള്ള യാതൊരുവിധ സാമുദായിക സംവരണവും കിട്ടാത്ത ജാതിയിൽപ്പെട്ട തഹസീൽദാരിൽ നിന്നുള്ളവർക്കാണ് EWS റിസർവേഷൻ കിട്ടുന്നത്. നമ്മളുടെ വീടിനിരിക്കുന്ന ഹൗസ് പ്ലോട്ട് എന്ന് പറയുന്നത് 4 സെൻറ്റിൽ താഴെയായിരിക്കണം. പട്ടണമാണെങ്കിൽ 2 സെൻറ്റിൽ താഴെയായിരിക്കണം. വീടിനുള്ളിലുള്ള സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 1000 സ്ക്വയർ ഫീറ്റിൽ താഴെയായിരിക്കണം. കൃഷിസ്ഥലം 5 ഏക്കർ വരെയാകാം. 8 ലക്ഷത്തിൽ താഴെയുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അങ്ങനെ തഹസീൽദാരിൽ നിന്നും EWS റിസർവേഷൻ കിട്ടുന്നവരുടെ ആ റിസർവേഷൻ കിട്ടുമെന്നുള്ള സത്യവാങ്മൂലം അഫിഡേവിറ്റോ അല്ലെങ്കിൽ ഒറിജിനൽ EWS സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഇതിനകത്തുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് തഹസീൽദാരിൽ നിന്ന് ഒപ്പിട്ട് മേടിക്കുന്നതോ അപ്ലോഡ് ചെയ്യാം. ജോസയുടെ സൈറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സമയത്താണ് നമ്മൾ 2024 ഏപ്രിൽ 1 ശേഷമുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. 27% OBC നോൺ ക്രിമിലെയർ റിസർവേഷനും ഉണ്ടായിരിക്കും JEE. ഈഴവ, മുസ്ലിം, വിശ്വകർമ്മ, ലാറ്റിൻ കാത്തലിക്സ്, ധീവര, ബാക്ക്വേർഡ് ഹിന്ദു, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ അങ്ങനെ എല്ലാ വിഭാഗത്തിനും തഹസീൽദാരിൽ നിന്നുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെങ്കിൽ നമുക്ക് JEE അപ്ലൈ ചെയ്യുമ്പോഴേ OBC എന്ന് വെക്കുകയും ജോസയുടെ അലോട്ട്മെൻറ്റ് സമയത്ത് 2024 ഏപ്രിൽ 1 ശേഷമുള്ള തഹസീൽദാരുടെ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് അക്ഷയ കേന്ദ്രത്തിൽ നിന്നുള്ള ഓൺലൈനായിട്ടുള്ളതോ അല്ലെങ്കിൽ നിശ്ചിത ഫോർമാറ്റിൽ നമ്മുടെ JEE 2024 സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത്, നേരിട്ട് പോയി എഴുതി ഒപ്പിട്ട് മേടിക്കുന്നതോ, രണ്ടും ഓൺലൈനോ ഓഫ്ലൈനോ 2 സർട്ടിഫിക്കറ്റും വാലിഡ് ആയിരിക്കും. SC വിഭാഗത്തിനും ST വിഭാഗത്തിനും തഹസീൽദാരിൽ നിന്നുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അനുസരിച്ച് റിസർവേഷൻ ഉണ്ടാകും. 40% മുകളിലുള്ള പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയാണെങ്കിൽ PWD റിസർവേഷനും ലഭിക്കുന്നതായിരിക്കും. JEE 2024 നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ
പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും നമ്മൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ 2 അഡ്രസ്സും നമ്മൾ ഏത് സ്റ്റേറ്റ് ആണോ കൊടുക്കുന്നത് ആ സ്റ്റേറ്റിൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാനുള്ള എക്സാം സിറ്റി ലഭിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് നമുക്ക് വിദേശത്താണ് പരീക്ഷ എഴുതേണ്ടതെങ്കിൽ പെർമനൻ്റ് അഡ്രസ്സോ പ്രസൻറ്റ് അഡ്രസ്സോ ഏതെങ്കിലും ഒന്ന് വിദേശത്ത് കാണിച്ചിരിക്കണം. കേരളത്തിലാണ് പരീക്ഷ എഴുതേണ്ടതെങ്കിൽ ഈ 2 അഡ്രസ്സിൽ ഏതെങ്കിലും ഒന്നെങ്കിലും കേരളത്തിലെ കാണിച്ചിരിക്കണം. അതുപോലെ ഏത് സ്റ്റേറ്റ് ആണെങ്കിലും പെർമനൻ്റ് അഡ്രസ്സോ പ്രസൻറ്റ് അഡ്രസ്സോ ഉള്ള സംസ്ഥാനങ്ങളിൽ മാത്രമേ നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ കേരളത്തിലെ അഡ്രസ്സ് പെർമനൻറ്റും പ്രസൻറ്റ് അഡ്രസ്സും വെച്ചിട്ട് നമുക്ക് ഡൽഹിയിലോ പഞ്ചാബിലോ ബംഗാളിലോ പരീക്ഷ എഴുതാൻ അനുവദിക്കുകയില്ല. നവംബർ 30 ഓൺലൈൻ ആപ്ലിക്കേഷൻ അവസാനിക്കുകയും ജനുവരി 15 എക്സാം സിറ്റി ഏത് എക്സാം സിറ്റിയാണ് നമുക്ക് അനുവദിക്കുന്നതെന്നുള്ള അറിയാൻ സാധിക്കും. ജനുവരി 20 അഡ്മിറ്റ് കാർഡുകൾ jmain.nta.ac.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത്. അഡ്മിറ്റ് കാർഡിൽ നിന്നാണ് നമുക്ക് ഏത് ദിവസമാണ് എക്സാം എന്നും ഏത് ഷിഫ്റ്റിലാണ് എക്സാം എന്ന് അറിയാൻ സാധിക്കുന്നത്. നമ്മളുടെ ഈ ഓൺലൈൻ വഴി കിട്ടുന്ന അഡ്മിറ്റ് കാർഡും വാലിഡ് ഫോട്ടോ ID പ്രൂഫും അഡീഷണൽ ആയിട്ട് ഫോട്ടോഗ്രാഫുമായിട്ടാണ് നമ്മൾ എക്സാം സെൻറ്ററിൽ പരീക്ഷയ്ക്കായി പോകേണ്ടത്. ഏപ്രിൽ 25 JEE മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് വന്നതിന് ശേഷം ജൂലൈ മാസത്തിലായിരിക്കും josa.nic.in എന്ന വെബ്സൈറ്റ് വഴി NITകളിലും IIITകളിലും സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുമൊക്കെ അലോട്ട്മെൻറ്റ് നടക്കുന്നത്. JEE അഡ്വാൻസ്ഡിൻ്റെ പരീക്ഷയും റിസൾട്ടും വന്നതിന് ശേഷമായിരിക്കും അലോട്ട്മെൻറ്റ് നടക്കുന്നതെന്നർത്ഥം. നമുക്ക് നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് JEE അഡ്വാൻസ്ഡിൻ്റെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുകയാണെങ്കിൽ IITകളിലോട്ടും NITകളിലോട്ടും ഒരേ വെബ്സൈറ്റ് വഴി നമുക്ക് ഓപ്ഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. PWD വിഭാഗത്തിലുള്ളവർ നമുക്ക് സ്ക്രൈബിൻ്റെ ആവശ്യമോ എക്സാം ടൈം കൂടുതൽ വേണമെന്നുണ്ടെങ്കിലോ PWD കാറ്റഗറി നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിനകത്ത് ഫോട്ടോ ഉപയോഗിച്ചിട്ട് മെഡിക്കൽ അതോറിറ്റിയുടെ സൈനോട് കൂടി നമ്മൾ ഈ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. JEE മെയിൻ 2024 എക്സാം സിറ്റികൾ ഇന്ത്യയിലുള്ള എല്ലാ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലും വെച്ച് JEE മെയിൻ 2024 നടക്കുന്നുണ്ട്. കേരളത്തിൽ ആലപ്പുഴ അല്ലെങ്കിൽ ചെങ്ങന്നൂർ, എറണാകുളം അല്ലെങ്കിൽ മൂവാറ്റുപുഴ, അങ്കമാലി, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശ്ശൂർ, വയനാട് എന്നീ പ്രദേശങ്ങളിൽ വെച്ചായിരിക്കും ഓൺലൈനായിട്ട് JEE മെയിൻ 2024 നടക്കുന്നത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ 4 പ്രിഫറൻസ് ഓർഡറുകൾ എക്സാം സിറ്റിയുടെ കൊടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് ഏറ്റവും താല്പര്യമുള്ളതിൻ്റെ ക്രമത്തിൽ 4 എക്സാം സിറ്റികൾ 4 സിറ്റികൾ നമ്മൾ ഓപ്റ്റ് ചെയ്യണം. അതിൽ ഏറ്റവും ആദ്യത്തേത് തന്നെ ആയിരിക്കും പ്രധാന പരിഗണന. അതിൽ അവിടെ അവൈലബിൾ അല്ലെങ്കിൽ മാത്രമേ രണ്ടാമത്തതോ മൂന്നാമത്തതോ ഒക്കെ പരിഗണിക്കുകയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും വേണ്ടത് പരീക്ഷ എഴുതാൻ എവിടെയാണോ ആഗ്രഹിക്കുന്നത് അതായിരിക്കണം ആദ്യം വെക്കേണ്ടത്. വിദേശത്താണ് നമ്മൾ എക്സാം സെൻറ്റർ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ പ്രസൻറ്റ് അഡ്രസ്സിലോ പെർമനൻ്റ് അഡ്രസ്സിലോ വിദേശത്തെ അഡ്രസ്സ് കൊടുക്കണം. ഒപ്പം തന്നെ ആദ്യം നമ്മൾ വിദേശത്തെ അഡ്രസ്സ് വെക്കുക, വിദേശത്തെ എക്സാം സിറ്റി വെക്കുക. ബാക്കിയുള്ള 3 ചോയ്സിനകത്ത് നമുക്ക് കേരളത്തിലെ സിറ്റികളും ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. വിദേശത്താണ് എക്സാം സിറ്റി വെക്കുന്നതെങ്കിൽ 1ാമത്തെ സെൻറ്റർ തന്നെ അനുവദിക്കുകയും ചെയ്യും. ഇന്ത്യക്ക് പുറത്ത് ബഹ്റിൻ, ശ്രീലങ്ക, ഖത്തർ, UAE, നേപ്പാൾ, ഒമാൻ, സൗദി അറേബ്യ, UAE, ഷാർജയിൽ, അതുപോലെ തന്നെ സിംഗപ്പൂർ, കുവൈറ്റ്, മലേഷ്യ, നൈജീരിയ, ഇന്തോനേഷ്യ, ഓസ്ട്രിയ, ബ്രസീൽ, കാനഡ, ഹോങ്കോങ്, മൗറീഷ്യസ്, റഷ്യ, സൗത്ത് ആഫ്രിക്ക, തായ്ലൻഡ്, USA, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലും ഓൺലൈൻ എക്സാം സെൻറ്റർ അനുവദിക്കും. ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഏത് ഡെബിറ്റ് കാർഡും ഏത് ക്രെഡിറ്റ് കാർഡും വെച്ച് അല്ലെങ്കിൽ UPI പേയ്മെൻറ്റോ നെറ്റ് ബാങ്കിങ്ങോ ഏത് ബാങ്കിൻ്റെയും അനുവദിക്കും. അതിനകത്ത് ഗേറ്റ് വേകൾ 3-4 ഗേറ്റ് വേകളുണ്ട്. SBIയുടെ ഗേറ്റ് വേ ഉണ്ട്, കാനറ ബാങ്കിൻ്റെ ഉണ്ട്, HDFCയുടെ ഉണ്ട്. ഈ ഓരോ ഗേറ്റ് വേ ഉപയോഗിച്ച് ഏത് ബാങ്കിൻ്റെയും കാർഡ് വെച്ചിട്ട്, അല്ലാതെ ഈ ബാങ്കിൻ്റെ കാർഡ് മാത്രം വേണമെന്നില്ല, ഏത് കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഈ ഗേറ്റ് വേകൾ വഴി പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. JEE മെയിൻ 2024 മുൻ വർഷങ്ങളിൽ അപേക്ഷിച്ച് പുതിയ സിലബസ് അനുസരിച്ചാണ് നമുക്ക് പരീക്ഷ നടക്കുന്നതെന്നറിയാം. കാരണം NCERT പുതിയ ടെസ്റ്റ് അനുസരിച്ചാണ് CBSE ബോർഡ് എക്സാമുകളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് 2024 നീറ്റും JEE മെയിനും ഒക്കെ പുതിയ സിലബസാണ്. ഇൻഓർഗാനിക്കിൻ്റെ ഒക്കെ ഒത്തിരി ചാപ്റ്ററുകൾ മാറ്റിയിട്ട് JEE മെയിൻ ഏതാണ്ട് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്തമാറ്റിക്സിൻ്റെയും 53 ചാപ്റ്ററുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സിലബസ് ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. JEE മെയിൻ 2024 നമ്മൾ ഓൺലൈൻ ചെയ്ത് കഴിയുമ്പോൾ, പേയ്മെൻറ്റും ചെയ്ത് കഴിയുമ്പോൾ കൺഫർമേഷൻ പേജ് ഡെവലപ്പ് ആവും.
കൺഫർമേഷൻ പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. ഈ കൺഫർമേഷൻ പേജ് ഡെവലപ്പ് ആയെങ്കിൽ മാത്രമേ, അതായത് പേയ്മെൻറ്റ് കഴിഞ്ഞ് കൺഫർമേഷൻ പേജ് ആയെങ്കിൽ മാത്രമേ ഓൺലൈൻ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് ഫെയിലിയർ ആയേക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺഫർമേഷൻ പേജ് ലഭിക്കുകയില്ല. കൺഫർമേഷൻ പേജ് ലഭിച്ചാൽ മാത്രമേ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ വെളിയിലിറങ്ങാവുള്ളൂ. കൺഫർമേഷൻ്റെ പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മളുടെ പേര്, കാറ്റഗറി, അങ്ങനെ നമ്മൾ പൂരിപ്പിച്ചിരിക്കുന്നതെല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഏതെങ്കിലും പർട്ടിക്കുലേഴ്സ് നമുക്ക് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ നവംബർ 30 ചെയ്തതിന് ശേഷം ഒരാഴ്ച നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനുള്ള അവസരം നൽകുന്നതും ആയിരിക്കും. 2024-25 അധ്യയന വർഷത്തിൽ IITകൾ, NITകൾ, IIITകൾ, സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഏത് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണോ നിങ്ങളുടെ പഠനം ആഗ്രഹിക്കുന്നത്, JEE 2024 ആദ്യ സെഷൻ ജനുവരി 24 മുതൽ ഫെബ്രുവരി 1 വരെയുള്ള ആദ്യ സെഷൻ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം. ഈ ആദ്യ സെഷൻ ഇപ്പോൾ ബോർഡ് എക്സാം എഴുതുന്നവരും ഓൾറെഡി റിപ്പീറ്റ് ചെയ്യുന്ന എല്ലാവരും ആദ്യ സെഷൻ എഴുതാൻ ഏറ്റവും അധികം ശ്രദ്ധിക്കുക. കാരണം നമുക്ക് സ്കോർ കിട്ടിക്കഴിഞ്ഞാലും അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഏപ്രിൽ ഒരു അവസരം കൂടി ഉണ്ട്. രണ്ടാമത്തെ സെഷൻ മാത്രം നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കരുത്. എല്ലാവരും JEE 2024 ആദ്യ സെഷൻ എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഈ നവംബർ 1 മുതൽ 30 വരെ jemain.nta.ac.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുകയും കൺഫർമേഷൻ പേജ് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യുക. കൺഫർമേഷൻ പേജ് വീണ്ടും നോക്കിയിട്ട് നിങ്ങളുടെ പേര് ക്ലാസ് 10ൻ്റെ മാർക്ക് ലിസ്റ്റ് അനുസരിച്ചാണോ, നിങ്ങളുടെ കാറ്റഗറി, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കുക. ജനുവരി 24 തുടങ്ങുന്നതിൻ്റെ ആദ്യ സെഷനുള്ള പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡുകൾ ജനുവരി 20 ആയിരിക്കും വെബ്സൈറ്റിൽ വരിക. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പരീക്ഷയ്ക്കായിട്ട് പോകാവുന്നതാണ്. അപ്പം 24-25 അധ്യയന വർഷത്തിൽ നിങ്ങൾ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് പ്രവേശനം ആഗ്രഹിക്കുന്നതെങ്കിൽ JEE 2024 ആദ്യ സെഷൻ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക. എല്ലാവിധ ആശംസകളും. വീണ്ടും കാണാം. ഇനി ഇത് എങ്ങനെയാണ് ഓൺലൈൻ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഉടൻ തന്നെ ബ്രില്യൻ്റ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.